നമസ്കാരം. സിയാച്ചിലെ തീപിടുത്തത്തിൽ വീരമൃത്യു വരിച്ച അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകി ആദരിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ജവാന്റെ ഭാര്യ സ്മൃതി സിംഗ് ഇത് ഏറ്റുവാങ്ങി. സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ജവാന്റെ അസാധാരണമായ ധൈര്യം രാജ്യമെന്നും ഓർക്കുമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. നമുക്കറിയാം, കീർത്തി ചക്ര എന്നാൽ സമാധാന കാലഘട്ടത്തെ ധീരമായ പോരാട്ടത്തിന് രാജ്യം നൽകുന്ന രണ്ടാമത്തെ സൈനിക ബഹുമതിയാണ്. ഒരു സാധാരണ മരണം വരിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നും മരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ ദേശീയ പതാക ഉണ്ടാകുമെന്നും ഇദ്ദേഹം പറയുമായിരുന്നു. സ്മൃതി ഓർമ്മിപ്പിച്ചു. സ്മൃതിയുടെ വാക്കുകൾ വാസ്തവത്തിൽ കേൾവിക്കാരുടെ കണ്ണുകൾ നിറച്ചു. എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യ ദിനത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പ്രഥമ കാഴ്ചയിൽ ഞങ്ങൾ പ്രണയത്തിലായി. ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു. സൂപ്പർ ഇൻ്റലിജൻസ് ബോയ് ആയിരുന്നു, സ്മൃതി കൂട്ടിച്ചേർത്തു. സിയാച്ചിൽ മെഡിക്കൽ ഓഫീസറായാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് നിയമനം കിട്ടിയത്. 2023 ജൂലൈ മാസം 19 പുലർച്ചെ 3 മണിയോടെ ഷോർട്ട് സർക്യൂട്ട് മൂലം സൈനിക ക്യാമ്പിൽ തീപിടുത്തമുണ്ടാകുന്നു. ഫൈബർ ഗ്ലാസ് കൂടാരത്തിന് ചുറ്റും തീ പടർന്നിരിക്കുന്നത് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് കണ്ടു. അദ്ദേഹം അതിനുള്ളിൽ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങി. ഒപ്പമുണ്ടായിരുന്ന കുറച്ചു പേരുടെ ജീവനുകൾ രക്ഷിക്കാനായെങ്കിലും ക്യാപ്റ്റന് വീരമൃത്യു വരിക്കേണ്ടി വന്നു. ജൂലൈ മാസം 22 എല്ലാ ഭൗതിക ബഹുമതികളോടെയും ഉത്തർപ്രദേശിലെ ഭഗൽപൂരിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. പ്രകടമായ ധീരത, അദമ്യമായ ധൈര്യം, കർത്തവ്യത്തോടുള്ള അങ്ങേയറ്റ അർപ്പണബോധം ഇവ പ്രകടിപ്പിച്ചതിനാലാണ് അർഹിക്കുന്ന അംഗീകാരങ്ങൾ നൽകിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പഞ്ചാബ് റെജിമെന്റിലെ ആർമി മെഡിക്കൽ കോർപ്സിന്റെ 26ാം ബറ്റാലിയൻ ക്യാപ്റ്റനായിരുന്നു അൻഷുമാൻ സിംഗ്. അദമ്യമായ ധൈര്യവും അസാധാരണ വീര്യവും പ്രകടിപ്പിച്ചതിന് കരസേനയിലെയും അർദ്ധ സൈനിക സേനയിലെയും ഉദ്യോഗസ്ഥർക്ക് മരണാനന്തരം 7 ഉൾപ്പെടെ 10 കീർത്തി ചക്രങ്ങൾ പ്രസിഡന്റ് മുർമു സമ്മാനിച്ചു. സായുധ സേനയുടെ പരമോന്നത കമാൻഡറായ പ്രസിഡന്റ് മുർമു രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രതിരോധ നിക്ഷേപ ചടങ്ങിൽ സായുധസേന, കേന്ദ്ര സായുധസേന, പോലീസ് സേന, സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മരണാനന്തരം 7 ഉൾപ്പെടെ 26 ശൗര്യചക്രങ്ങൾ സമ്മാനിച്ചു.